അതായത് വൺ ഡേ വെരിഫിക്കേഷൻ നടത്തി ആ സർട്ടിഫിക്കറ്റുമായിട്ട് വേണം ഇന്റർവ്യൂവിന് ഹാജരാകാൻ. പക്ഷെ അദ്ദേഹം ആദ്യം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇന്റർവ്യൂവിന്റെ അന്നത്തെ ദിവസത്തെ തീയതിയിലുള്ളതാണ്. അത് പ്രശ്നമാണെന്ന് കണ്ടപ്പോൾ പിന്നീട് ഒരു വ്യാജരേഖ ഉണ്ടാക്കുന്നു. 5 മാസം മുമ്പ് വ്യാജരേഖ ഉണ്ടാക്കി എങ്ങനെയാണെന്നൂടെ പറയാം. 5 മാസമല്ല, 5 ദിവസം. അതായത് 2020 അയാള് ചെയ്ത പരിപാടി 6/11, അതായത് 5 ദിവസം മുന്നേ വൺ ഡേ വെരിഫിക്കേഷൻ നടത്തിയായിട്ട് ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നു. ഇത് കൊണ്ട് കോടതി ഹാജരാക്കിയപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്തത് ഇതിന്റെ QR കോഡ് സ്കാൻ ചെയ്യുകയാണ്. QR കോഡ് സ്കാൻ ചെയ്തപ്പം 11, നിങ്ങൾക്ക് എല്ലാവർക്കും നോക്കിയാൽ മനസ്സിലാവും, 11/11, അതായത് PSCയുടെ സെർവറിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും. OTV വൺ ടൈം വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് സെയിം. അതിൽ ചെയ്തതെന്ന് പറഞ്ഞാൽ ഡേറ്റ് മാത്രം ഒന്ന് മാറ്റി വെച്ചു. പക്ഷെ ഇതിൽ ഏറ്റവും നിങ്ങൾ നോക്കേണ്ട തമാശ, ഇതെല്ലാം PSCയുടെ ലീഗൽ റീറ്റെയിലേഴ്സ് ഇവിടെ, അതായത് ഇവിടെ ഹൈക്കോടതിയിലാണ് സ്റ്റാൻഡിംഗ് കൗൺസിൽ, KIT-യിലാണ് ലീഗൽ റിട്ടേൺസ്, ഇവർ വന്ന് ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്യുകയാണ്. അതായത് ഈ ഉദ്യോഗസ്ഥർ കാണിക്കുന്ന PSC ലീഗൽ റിട്ടേൺസ് ജോബ് ഈസ് നോട്ട് ടു പ്രൊട്ടക്ട് ഓൾ ദ ഇല്ലീഗൽസ് കമ്മിറ്റഡ് ബൈ ദ എംപ്ലോയീസ്. അവരുടെ ജോബ് എന്ന് പറയുന്നത് ടു പ്രൊട്ടക്ട് ദ ലീഗൽ ഇന്റഗ്രിറ്റി ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇതുപോലും ഇവർക്ക് ബേസിക് അറിയത്തില്ലേ നമ്മൾ ചിന്തിച്ചു. കാരണം ഇവർ വന്ന് ഇവരെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. അപ്പം കാരണം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഒരു സംശയം തോന്നും. ശ്രീ ആദർശ് ശിവദാസൻ, 22 പേര് അപേക്ഷിച്ചു. അതിൽ ഏറ്റവും യോഗ്യതയുള്ള താങ്കൾ ഉൾപ്പെടെ 2 പേരിലേക്ക് ചുരുക്കുന്നു. താങ്കൾക്ക് റിജക്ഷൻ വരുന്നു. അങ്ങനെ ഒരാളിലേക്ക് ചുരുക്കുന്നു, അതിബുദ്ധി കാണിക്കുന്നു. പക്ഷെ അത് നിയമയുദ്ധം വഴി താങ്കളെ കൂടെ ഇന്റർവ്യൂവിന് ക്ഷണിക്കുന്നു. അതിനിടയ്ക്ക് നിയമനം നടത്തി. അതിനിടയ്ക്ക് ഈ വൺ ടൈം വെരിഫിക്കേഷന്റെ ഡേറ്റ് തിരുത്തുന്നു. അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ജിയോ ഇറക്കി തുല്യത സംബന്ധിച്ച ഒരു ഗവൺമെന്റ് പുതിയ ഉത്തരവ് ഇതിനു വേണ്ടി ഇറങ്ങുന്നു. ഇങ്ങനെയൊക്കെ PSCയുടെ സകല നടപടികളും അട്ടിമറിച്ചുകൊണ്ട് ഗവൺമെന്റ് പോളിടെക്നിക്കിലെ HOD നിയമനത്തിൽ ഒരാൾക്ക് വേണ്ടി ഈ സിസ്റ്റം ഇങ്ങനെ പ്രവർത്തിക്കണമെങ്കിൽ ആരാണ് അയാൾ? എന്തായിരുന്നു അയാളുടെ സ്വാധീനം? ആളിന്റെ പേര് ഞാൻ പറയുന്നില്ല, വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നത് ശരിയല്ല. പക്ഷെ എന്നാലും സൂചന നൽകാം. അദ്ദേഹം നമുക്കറിയാം വടകരയിൽ നിന്ന് ജയിച്ച KK രമ, അവരുടെ ആരുമല്ല, അവർക്കെതിരെ മുൻ ഇലക്ഷനിൽ, ഇപ്പോഴത്തെ ഇലക്ഷൻ അല്ല, മുൻ ഇലക്ഷനിൽ മത്സരിച്ച LDF സ്ഥാനാർത്ഥി അദ്ദേഹത്തിന്റെ സഹോദരിയുടെ മകനാണ്. ഇപ്പൊ പിക്ചർ അതാണ് അതിന്റെ ഗൗരവം കൂട്ടുന്നത്. അപ്പോ ഭരണകക്ഷിയിലെ ഉന്നതനായ ഒരു നേതാവിന്റെ സഹോദരി പുത്രന് വേണ്ടി എങ്ങനെയാണ് കേരള PSC വഴിവിട്ട രീതിയിൽ വ്യാജരേഖ ചമയ്ക്കുകയും അത് നിയമപരമായി PSCക്ക് വേണ്ടി നിലപാടെടുക്കേണ്ട കോടതിയിലെ നിയമജ്ഞരടക്കം അതിന് തുല്യം ചാർത്തി കൊടുക്കുകയും ചെയ്തതിന്റെ കഥയാണ്, അനുഭവമാണ് ഇപ്പോൾ ആദർശ് ശിവദാസൻ പറഞ്ഞത്.